ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നാൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേടാവാതെ ഇരിക്കും. എല്ലാ ബ്രെഡിൻ്റെയും അരികുവശം ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി യോജിച്ച് വരണം. അപ്പം നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കുക. എല്ലാം നന്നായി യോജിച്ച് കിട്ടണം. ഇപ്പം ഞാനിതിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ട ഉണ്ടാക്കൂലേ, അതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ. എന്നിട്ട് നല്ലവണ്ണം കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബോൾസിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ബ്രെഡൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി തിളപ്പിക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇത് പെട്ടെന്ന് കുക്കാവുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അധികം സമയമൊന്നും വേണ്ട. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തും തന്നെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സ്ട്രൈനറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയി കിട്ടും. എണ്ണയൊന്നും ഒരുപാട് കുടിക്കാതെ കിട്ടും. അപ്പോൾ നമ്മുടെ സ്നാക്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ സ്ട്രൈനറിലേക്കാണ് മാറ്റുന്നത്. ഒരു 5 മിനിറ്റ് നേരമൊക്കെ നമ്മളിത് സ്ട്രൈനറിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന അതിൽ എണ്ണ എല്ലാം വാർന്നു പോകും. നമ്മൾ കഴിക്കുന്ന സമയത്ത് എണ്ണയുടെ അംശമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ സ്നാക്ക്. വെറും 3 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ സ്നാക്സും ഇപ്പം ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ജസ്റ്റ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ അടിപൊളിയായ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്